രാജേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഡാൻസ്? കൊള്ളാം, മുതുക്ക് കൂത്താട്ടം തന്നെ. ഓഹോ, എന്റെ കളിയാക്കുകയാണല്ലേ? ഞാൻ പിണങ്ങി. എന്നാ ഞാനും പിണങ്ങി. രാജേട്ടാ, നമ്മൾ രണ്ടുപേരും പിണങ്ങി നിന്നാൽ എങ്ങനെയാണ് ഈ സ്റ്റാറി മുന്നോട്ട് പോകുന്നത്? ശരിയാണല്ലോ. എന്നിൽ ഞാൻ ഇണങ്ങി. ഞാനും ഇണങ്ങി. അയ്യടാ, ഹമ്പടാ. സരോജം, ഓൺസ് മോർ. ആഹാ, അത് കയ്യിൽ വെച്ചാൽ മതി. ഇതെങ്ങനെയാണ് കയ്യിലിരിക്കുന്നത്? രാജേട്ടാ, പതുക്കെ. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളല്ല, കോളേജ് കുമാരനും കുമാരിയുമാണ്. സരോജം, നമ്മുടെ കോളേജിൽ ആരാണ് കുമാരനും കുമാരികളും? എല്ലാം മുതുക്കു മുറ്റുകൾ തന്നെ. രാജേട്ടാ, ഞാൻ അതല്ല പറഞ്ഞത്. എവിടെ നിൽക്കുമ്പോഴും ഒരു പ്രായവും പക്കാവടയും നോക്കണ്ടേ? പക്കാവടയോ? പക്വത എന്നാണോ സരോജം ഉദ്ദേശിച്ചത്? അതെ രാജേട്ടാ, പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്നും പോയി. അതെ, ഇവിടെ സിനിമ കാണാൻ നേരത്തെ വരാനല്ലേ ഞാൻ സരോജത്തോട് പറഞ്ഞത്? അതെ. പിന്നെന്താണ് ഇത്രയും താമസിച്ചത്? ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കിളുകാരൻ എന്നെ ഫാളോ ചെയ്തു. ഫാളോ ചെയ്താ? അവൻ ചോദിക്കുകയാണ് സൈക്കിളിൽ കയറുന്നോ എന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? പരിചയമില്ലാത്ത ഒരാൾ സൈക്കിളിൽ കയറാൻ പറഞ്ഞാൽ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും സൈക്കിളിൽ കയറുമോ? ഇല്ല. ഞാൻ കയറി. എന്തിനാണ് നീ അവന്റെ സൈക്കിളിൽ കയറിയത്? രാജേട്ടനെ പെട്ടെന്ന് കാണാമല്ലോ എന്നോർത്തപ്പോൾ കയറിയതാണ്. ഇപ്പോൾ സന്തോഷമായി. ആട്ടെ, ഒരു സംശയം. നിനക്ക് എന്നെ ലൈൻ അടിക്കുന്നതിന് മുമ്പ് ലൈൻ ഉണ്ടായിരുന്നോ? രാജേട്ടാ, ഞാനും ഈ വരയിടാത്ത ബുക്കും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ രണ്ടിനും ലൈനില്ല. എന്നാൽ ഇന്ന് മുതല് ലൈൻ ഇട്ട ബുക്ക് നീ ഉപയോഗിച്ചാൽ മതി. അതെന്താണ് രാജേട്ടാ? ഇപ്പോൾ നിനക്ക് ലൈൻ ഉണ്ടല്ലോ. അയ്യോ, എന്റെ അച്ഛൻ തമ്പി മുതലാളി നമ്മൾ സിനിമ കാണാൻ വരുന്നത് അറിഞ്ഞാൽ എന്റെ അച്ഛന്റെ ഗുണ്ടകൾ രാജേട്ടനെ കണ്ടാൽ ഇടിച്ച് പറുപ്പിളക്കും. എന്നാ ഞാനും അവരെ ഇടിച്ച് പറുപ്പിളക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പുട്ടും പറുപ്പ് കറിയും. അയ്യോ, അച്ഛന്റെ ഗുണ്ട റംബൂട്ടാൻ വരുന്നു. അച്ഛന്റെ കുട്ടൻ റംബൂട്ടാൻ? അയ്യോ, പിന്നെയും കയ്യിൽ നിന്നും പോയി റാമേട്ടൻ വരുന്നു. രാജേട്ടാ, എന്നെ കണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളെ കണ്ണിൽ പെടാതിരിക്കാൻ ഇനി എന്ത് ചെയ്യും രാജേട്ടാ? ഒരു കാര്യം ചെയ്യ്, സരോജ ഒളിച്ചിരിക്കൂ. ഞാൻ അവനെ കാശ് കൊടുത്ത് ഒതുക്കാം. ഒതുക്കണേ രാജേട്ടാ. തീർച്ചയായിട്ടും. ഞാൻ പോട്ടെ രാജേട്ടാ. ഈശ്വര, ഇതെന്തൊരു കാലക്കേടാണ്. കാലണയുടെ കപ്പലണ്ടി വാങ്ങിച്ചപ്പോ അതിൽ 5 രൂപയുടെ മണൽ. ഇക്കണക്കിന് പോയാൽ 5 രൂപയുടെ കപ്പലണ്ടി വാങ്ങുമ്പോ ഒരു വീട് വെക്കാനുള്ള മണല് കിട്ടുമായിരിക്കുമല്ലേ? എന്തിനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് സിരിക്കുന്നത്? സിറിപ്പ് വന്നിട്ട് കറ തീർന്ന ഗുണ്ട തന്നെ. എങ്ങനെ മനസ്സിലായി? ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഗുണ്ടയാണെന്ന്. ഒരു കീച്ചു തരുന്ന എന്നെയോ? അല്ല, ഈ കപ്പലണ്ടി ഞാൻ കീച്ചി, നാം വലിച്ച്. ആട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഗുണ്ടയായത്? വീട്ടിൽ കഴിക്കാൻ ഒരു ഉണ്ടയുമില്ലാത്തത് കൊണ്ടാണ് ഉണ്ടയായത്. എനിക്ക് തോന്നുന്നത് അച്ഛൻ മരിച്ച ഒഴിവിൽ നിങ്ങൾ ഗുണ്ടയായതാണ്. എന്റെ അച്ഛൻ ഒരു നായാട്ടുകാരനായിരുന്നു. അപ്പോൾ നായയെ പിടിച്ചാട്ടിയാൽ അത് കടിക്കില്ലേ? കൂടുതൽ സംസാരിച്ചാൽ നിന്നെ നാം കടിക്കും. ആട്ടെ, നീ ആരാണ്? അതൊക്കെ പറയുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് പിടിക്കൂ. ഇതാ 5 രൂപയുണ്ട്. അമ്പമ്പോ, 5 രൂപ കണ്ട കാലം മറന്നു ഞാൻ. എന്തിനാണ് എനിക്ക് ഇത്രയും 5 രൂപ തരുന്നത്? ആ നിൽക്കുന്ന പെൺകുട്ടി ഞാനും ഒരുമിച്ചാണ് ഇവിടെ സിനിമയ്ക്ക് വന്നത്. അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇവനോട് പറയണ്ടായിരുന്നു. ഈ പൊട്ടം കൂടാപ്പി അത് കണ്ടില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും? ആ നിൽക്കുന്നത് തമ്പി മുതലാളിയുടെ മകളാണ്. അതെനിക്കറിയില്ലായിരുന്നു. എന്തൊരു കഷ്ടമാണ്. കക്ഷത്താണല്ലോ ദൈവമേ തല കൊണ്ട് വെച്ചു കൊടുത്തത്. അതെ, ആ പെൺകുട്ടിയും ഞാനും തമ്മിൽ പ്രണയമാണ്. കോടീശ്വരനായ തമ്പി മുതലാളിയുടെ മകളെ നീ പണയം വെച്ചല്ലേ? പണയമല്ല, പിന്നെ പ്രണയമെന്നാണ് പറഞ്ഞത്. അതും എനിക്കറിയില്ലായിരുന്നു. ദൈവമേ, എന്തൊരു കുരിശാണ്. ഞാൻ എല്ലുവില്ലിനകത്താണല്ലോ തല വെച്ചു കൊടുത്തത്. ഇനി എന്താ മാർഗം? ശരി, ആട്ടെ, ഈ 2 രൂപ കൂടി പിടിച്ചോളൂ. എന്തിനാണ് നിങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും കാശ് തരുന്നത്? നിങ്ങളിൽ എവിടുന്നാണ് ഇത്രയ്ക്ക് അധികം കാശ്? പിന്നെ വലിക്കാനാണോ
തമ്പി മുതലാളിയുടെ മകളെ ഞാൻ പ്രേമിക്കുന്നത്. ഈ വിവരം ഉടൻ തന്നെ തമ്പി മുതലാളിയെ ഞാൻ ധരിപ്പിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത്. എനിക്ക് നട്ടലിന്റെ അസുഖമാണ്, ഞാൻ എങ്ങനെ ഡൈവ് ചെയ്യും? ദയവ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഞാൻ പറയും, തമ്പി മുതലാളിയെ ഞാൻ ധരിപ്പിക്കും. കാരണം 36 വർഷമായടാ ബെൻസേ. സ്ലാങ് മാറി. 36 വർഷമായി തമ്പി മുതലാളിയുടെ ഗാഡൌണിൽ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ. എന്താണ് നിന്റെ പേര്? പറയും. രാജേട്ടാ! രാജേട്ടാ, രാജേട്ടന്റെ പേര് രാജേട്ടനാണെന്ന് രാജേട്ടൻ ഒരിക്കലും പറയരുതേ രാജേട്ടാ. നന്നായി ഇരിക്കുന്നു. ഇല്ല, രാജമാതാ കോളേജിൽ പഠിക്കുന്നവനാണെന്നും കൊട്ടാരക്കരയാണ് എന്റെ വീടെന്നും കല്യാണിയുടെ മകൻ രാജനാണ് ഞാനെന്നും ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയില്ല. എത്ര നിർബന്ധിച്ചാലും പറയില്ലടാ. ഓഹോ, അപ്പൊ കല്യാണിയുടെ മകൻ രാജനാണല്ലേ നീ? എങ്ങനെ പിടികിട്ടി? നിങ്ങൾ ഒരു ദിവ്യനാണ്. ഈ ഇരിക്കുന്നത് കൊടംപുളിയല്ല, എന്റെ ചെവിയാണ്. ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് പോവും. അതുവഴി അങ്ങ് പോകുമല്ലോ. അപ്പൊ ഇവന്റെ തലയിൽ നിൽക്കില്ല. ഈ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അതെ, നിക്കവിടെ. സരോജത്തിന്റെ അച്ഛൻ തമ്പി മുതലാളി സരോജത്തിനെ എങ്ങനെയാണ് കണ്ടതെന്നറിയാമോ? കണ്ണുകൊണ്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അതിനിടയിൽ കാമഡി അടിക്കുന്നു. നാം മിണ്ടില്ല. കട്ടീസ്. രാജേട്ടാ, അവൻ പിണങ്ങിയെന്ന് തോന്നുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. ഓടരുത്. എനിക്ക് സരോജത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഈ സരോജത്തിന് 1 വയസ്സുള്ളപ്പോഴാണ് സരോജത്തിന്റെ അമ്മ മരിച്ചത്. ആ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. അറിയാം. പിന്നെങ്ങനെയാണ് സരോജത്തിനെ വളർത്തിയത്? സരോജത്തിനെ നോക്കാൻ 4 പെൺജോലിക്കാർ ബംഗ്ലാവിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മുതലാളി എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഞാനും അതാണ് ചിന്തിക്കുന്നത്. രാജേട്ടാ, അവൻ ചിന്തിക്കട്ടെ, നമുക്ക് രക്ഷപ്പെടാം. പോകാൻ പറട്ടെ. സമ്മതിക്കത്തില്ലല്ലോ. വിടറാ അവളെ കയ്യിൽ നിന്ന്. എനിക്ക് കുറച്ച് കണക്കുകൾ ചോദിക്കാനുണ്ട്. എനിക്കും ചോദിക്കാനുണ്ടടാ. 5 പെറുക്കണം 4 എത്ര? പറയും പെട്ടെന്നോ. സരോജം, നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്കറിയാം രാജേട്ടാ. പറയൂ. 5 പെറുക്കണം 2 സമം 58. എന്റെ കുഞ്ഞമ്മയുടെ 28. അതാ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം തന്നോടും ചോദിക്കാനുണ്ട്. ചോദിക്കും. കാക്കയും കൊക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അമ്പമ്പോ, രാമുകുണ്ട പെട്ടു. ആ സുല്ലിട്ട്. കാക്കയ്ക്ക് കൊക്കുണ്ട്, കൊക്കിന് കാക്കയില്ല. ഇരിക്കട്ടെ സരോജത്തിന് എന്റെ വക ഒരു അപ്ലാസ്. സരോജത്തിന്റെ ബുദ്ധി റാക്കറ്റാണല്ലോ. നമുക്ക് രക്ഷപ്പെടാം. വിടിന്റെ അവന്റെ കയ്യിൽ നിന്ന്. ഇനി മുന്നോട്ട് വെച്ചാൽ നിന്റെ കുടലുമാല കുത്തി ഞാൻ പുറത്തെടുക്കും. അപ്പൊ നിങ്ങൾ ഡാക്ടറാണ്. ഒരു കൈ നോക്കിക്കളയാമടാ. ശരിയടാ. 2 കൈയും നോക്കിക്കളയാമടാ. വാടാ. അയ്യോ രാജേട്ടാ, അയ്യോ വേണ്ട രാജേട്ടാ, അയ്യോ രാജേട്ടാ വേണ്ട. രാജേട്ടാ ഇടുക്കി, രാജേട്ടാ ഇടുക്കി, രാജേട്ടാ ഇടുക്കി. ഇടുക്കിയല്ല, പത്തനംതിട്ട അയച്ച് പോകാൻ വേണ്ടുമ്പോൾ അങ്ങോട്ട്. രാജേട്ടാ, എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവനെ അടിക്ക് രാജേട്ടാ, അവനെ അടിക്ക് രാജേട്ടാ, അവനെ അടിക്ക് രാജേട്ടാ, അവനെ അടിക്ക്. എന്താണിത്? കൈ പിടിച്ചു വെച്ച് കൊടുത്ത് തടുക്കാൻ പറയുന്നത് ന്യായമാണോ? അയ്യോ, എന്റെ കയ്യിൽ നിന്നും പിന്നെയും പോയി രാജേട്ടാ. രാജേട്ടാ അടിക്കവനെ. ഒരു കമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ, എന്റെ രാജേട്ടനെ അടിക്കല്ലേ. എന്റെ മണ്ട പോയേ. അയ്യോ അയ്യോ, എന്റെ രാജേട്ടനെ കണ്ടോ? എന്റെ രാജേട്ടനെ നിങ്ങൾ കണ്ടോ? എന്റെ രാജേട്ടനെ നിങ്ങൾ കണ്ടോ? സരോജത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നീ എക്സ്ക്യൂസ് മീ, ആ വടി ഒന്ന് തരുമോ? നിശ്ചയമായും തരും. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു. അയ്യോ രാജേട്ടാ. സരോജം, ഞാനാണ് നിന്റെ രാജേട്ടൻ. അയ്യോ, വീണ്ടും കയ്യിന്ന് പോയി. എല്ലാം പോവുകയാണല്ലോ. വരൂ. വാ രാജേട്ടാ, നമുക്ക് പോകാം. പോകാൻ പറട്ടെ. പോകാൻ വരട്ടെ എന്നോ? ഒന്നീ പോകാൻ, അല്ലെങ്കിൽ വരട്ടെ. ഏതാണ് ശരി? പോകരുത്. നാനും കൂടെ വരട്ടെ നിങ്ങളെ കൂടെ. എന്തിന്? ജീവിതകാലം മുഴുവൻ തമ്പി മുതലാളിയുടെ അടിമയായിട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഇന്നേ വരെ ഒരു 5 രൂപ നേരിട്ട് കണ്ടിട്ടില്ല. ആ 5 രൂപ തന്നത് നിങ്ങളാണ്.
എനിക്കും കൂടെ ഒരു ജോലി. സരോജം, ഈ ഗുണ്ടയ്ക്ക് നമ്മൾ എന്ത് ജോലി വാങ്ങിക്കൊടുക്കും? നമുക്ക് ലാഡീസ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റിയുടെ ജോലി കൊടുക്കാം. കറക്റ്റ് ആണ്. നോക്കൂ, ലാഡീസ് ഹോസ്റ്റലിൽ സെക്യൂരിറ്റിയായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അടിച്ചു മാന ലാട്ടറി. ശമ്പളം എത്രയാണ് നിങ്ങൾക്ക് അറിയണമോ? ശമ്പളം എത്ര? 4 രൂപ 50 പൈസ. അതിലും ഒരു 50 പൈസയുടെ കുറവുണ്ടല്ലോ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഒരു 50 പൈസയുടെ കുറവ് നിനക്കുണ്ടെന്ന്? എനിക്ക് 50 പൈസയുടെ കുറവുണ്ടെന്ന് കാണിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു അപ്ലാസ്. അപ്പം കാര്യങ്ങളെല്ലാം നല്ലപോലെ സമാപിച്ച സ്ഥിതിക്ക് സമാപിച്ച സ്ഥിതിക്ക് അതെ. മറ്റേത് ഞാൻ കാണിക്കട്ടോ? എന്ത് സമാന്തിക്കുന്നു? കാണിക്കിൻ. കാണിക്കിൻ. ശുഭം.